ഞാനിപ്പോൾ ഉള്ളത് അൽമാട്ടിയിലാണ്. അൽമാട്ടി കസാക്കിസ്ഥാനിലാണ്. അൽമാട്ടിയുടെ തന്നെ സിറ്റിയിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ വരുന്നത് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കസാക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങോട്ട് പോവാണ്. തൊട്ടടുത്തൊരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്താണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നത്. നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത്. ഈ വഴി കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര എന്താ പറയാ, നല്ല രസമുള്ള ഒരു സ്ട്രീറ്റാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പല സ്റ്റുഡൻസും ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഇത് നമ്മളെ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഓഫീസാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ ഡീനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസും ഡീനും അഡ്മിനിസ്ട്രേഷനൊക്കെ ഈ ബ്ലോക്കിലാണ് വരിക. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബ്ലോക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് വേറൊരു ബിൽഡിങ്ങിലാണ്, തൊട്ടപ്പുറത്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഡീനിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാണ്. നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ കാഴ്ചകളിലേക്ക് പോവാം. യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസിലേക്ക് കയറിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കസാക്കിസ്ഥാനിലാണ് കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസാക്കിസ്ഥാനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട്സ് ഉണ്ട്. പല പേരൻസിനും അറിയില്ല. എല്ലാവരും വിചാരം കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ, നമുക്ക് ഇന്ത്യൻസിനൊന്നും വരാൻ പറ്റാത്ത ഒരു കൺട്രിയാണ് എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രിയാണ്. ട്രാൻസ് കോണ്ടിനെന്റൽ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേജർ പാർട്ട് വരുന്നത് ഏഷ്യയിലും വെസ്റ്റേൺ പാർട്ട് വരുന്നത് യൂറോപ്പിലാണ് കേട്ടോ. ഏഷ്യയിലായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വളരെ അടുത്താണ്. നമുക്ക് അൽമാട്ടി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് വെറും 2.5 മണിക്കൂർ മാത്രമേ ട്രാവലിംഗ് വരുന്നുള്ളൂ. ഇൻഡിഗോ അടക്കമുള്ള ഫ്ലൈറ്റുകൾ ഇപ്പോൾ എയർ അറേബ്യ, ദുബായ് വഴിയാണെങ്കിലും നമുക്ക് ദുബായ്, അതുപോലെ തന്നെ സൗദി, ഖത്തറിനൊക്കെ കണക്ഷൻ വരുന്ന ഒരു സിറ്റിയാണ് അൽമാട്ടി എന്ന് പറയുന്നത്. കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തന്നെ 9th ലാർജസ്റ്റ് കൺട്രികളിൽ ഒന്നാണ്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ എല്ലാ മൂലകങ്ങളും ഉള്ള ഒരു കൺട്രി കൂടിയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇവരുടെ കസാക്കിസ്ഥാന്റെ മെയിൻ GDP എന്ന് പറയുന്നത് ഓയിലും അതുപോലെ ഗ്യാസും ഒക്കെ ആണ് കേട്ടോ. അപ്പം ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര റിച്ച് ആണ്. ഇവിടുത്തെ ആളുകളെ കണ്ടാലും അതുപോലെ തന്നെ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻസിനൊക്കെ ഭയങ്കരമായിട്ട് വെൽക്കമിങ് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ്. സ്റ്റുഡൻസിനൊക്കെ ഇവിടെ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. അവർക്കൊക്കെ ലിവിങ്ങിനാണെങ്കിലും ഭയങ്കര സുഖമുള്ള ക്ലൈമറ്റും അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അക്കാഡമിക് ബ്ലോക്കും അതുപോലെ റെക്ടർ ഓഫീസൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിലാണ് നമ്മളെ റെക്ടർ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അക്കാഡമിക്സ് കാര്യങ്ങൾ ഈ ബ്ലോക്കിലും അതുപോലെ തന്നെ ഈ ബ്ലോക്കിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെതൊക്കെ ഈ ബ്ലോക്കിലായിട്ടാണ് വരുന്നത്. ഈ യൂണിവേഴ്സിറ്റി കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി 1913 സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി കേട്ടോ. അതായത് 1930. അപ്പോൾ തന്നെ ആലോചിച്ചാൽ മതി ഇത്രപ്പോരം സ്റ്റുഡൻസ് പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. കസാക്കിസ്ഥാനിലെ ഞാൻ ഒരുപാട് ഈ അൽമാട്ടിയിലാണെങ്കിലും ഷിംഖനിലാണെങ്കിലും ഒരുപാട് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നത് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. കസാക്കിസ്ഥാനിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നതും ഈ യൂണിവേഴ്സിറ്റി തന്നെയാണ്. 1996 മുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കൂടിയാണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഫാർമസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെന്റൽ ആയിക്കോട്ടെ, അത് മെഡിക്കൽ, അതുപോലെയുള്ള എല്ലാ മെഡിക്കൽ ഡിഗ്രീസ് ഒരുപാടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. വെറ്റിനറി ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്.
ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ലൈബ്രറി ബ്ലോക്കാണ് കേട്ടോ. അത് മുതൽ ഇതുവരെ ലൈബ്രറി ബ്ലോക്കാണ്. താഴെ ഇവിടുത്തെ ലോക്കൽ ബുക്സുകൾ, അതായത് ഇവിടെയുള്ള മെഡിസിൻ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ള ബുക്സുകളാണ്. മുകളിലാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ വരുന്നത്. നമുക്ക് മുകളിലൊന്ന് പോവാം. ലൈബ്രറി ബ്ലോക്ക് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ലൈബ്രറി ബ്ലോക്കിലാണുള്ളത്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഹ്യൂമൻ അനാട്ടമി, BD ചൗറേഷിയുടെ ഹ്യൂമൻ അനാട്ടമിയുടെ ബുക്സ്, കാര്യങ്ങൾ ഇന്ത്യയിൽ പഠിക്കുന്ന ബുക്സ് തന്നെയാണിത്. അതുപോലെ തന്നെ മെഡിക്കൽ ഫാർമക്കോളജി, KD ത്രിപാഠിയുടെ മെഡിക്കൽ ഫാർമക്കോളജി ബുക്സ്, കാര്യങ്ങൾ ഇതൊക്കെ ഇന്ത്യയിൽ റെഫർ ചെയ്യുന്ന ബുക്കാണത്. കൂടാതെ തന്നെ ഇന്റർനാഷണൽ ഹ്യൂമൻ അനാട്ടമിയുടെ ഇന്റർനാഷണൽ ഓതേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റിച്ചാർഡ് എ ഹാർവിയുടെ ബുക്സും അതുപോലെ ബയോകെമിസ്ട്രി. ഇത് നമ്മളിപ്പോൾ അക്കാഡമിക് ബ്ലോക്സിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫാർമസി, സ്കൂൾ ഓഫ് ഫാർമസിയാണ് ഇവിടെ. ഫാർമസി ഫാക്കൾട്ടിയാണ് ഇതിൽ വരുന്നത്. ഒരുപാട് ഫാക്കൾട്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഫാർമസി ബ്ലോക്കാണ് ഇത് വരുന്നത്. അടുത്ത ബ്ലോക്കിലേക്ക് പോവാം. ഇവിടെയാണ് നമ്മൾ സ്റ്റുഡൻസിന്റെ ഫാർമക്കോളജിയും ബയോകെമിസ്ട്രി ക്ലാസ് ഒക്കെ നടക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഓൾറെഡി ക്ലാസ് നടക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ക്ലാസ് റൂംസ് കാണിക്കാത്തത്. ഇതാണ് നമ്മളെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. വെറ്റിനറിയുടെ ക്ലാസ് ഒക്കെ ഇവിടെയാണ് നടക്കുക. അതുപോലെ അത് ഡെന്റലാണ്. ഇത് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞാൽ ഫുള്ള് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പോൾ കസാഖിസ്ഥാനിൽ ഇപ്പോൾ അൽഫറാബി, അതുപോലെ ഞാൻ അൽഫറാബിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽഫറാബി, അതുപോലെ അത് യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അവിടെ മെഡിക്കൽ അല്ലല്ലോ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ അല്ലാത്ത ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാക്കൾട്ടീസ് ഒക്കെ നല്ല രീതിയിലുണ്ടാവും. ഒന്നും കൂടെ ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫെസിലിറ്റീസ് വൈസ് ഒക്കെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഫെസിലിറ്റീസ് ഒക്കെ ആയിരിക്കും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BBA അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡും ലോ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആകുമ്പോൾ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം മെഡിക്കൽ പഠിക്കാൻ കസാഖിസ്ഥാൻ ഏറ്റവും ബെറ്റർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്സ്. ഓൾറെഡി ഇവിടെ ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്സ്. 1917 ഉള്ള ഫോട്ടോസ് ആട്ടോ യൂണിവേഴ്സിറ്റിയുടെ. പഴയ യൂണിവേഴ്സിറ്റി ആണെന്നുള്ള ലാബ് കാര്യങ്ങളൊക്കെ, അനാട്ടമി മ്യൂസിയം, അതുപോലെ തന്നെ എല്ലാം ഇവിടെയാണ് വരുന്നത്. അനാട്ടമി സിമുലേഷൻ സെന്റർ, ക്ലാസ് റൂംസ്, അനാട്ടമി ക്ലാസ് റൂംസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ അനാട്ടമി മ്യൂസിയം വരുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് അനാട്ടമി, നല്ല വലിയൊരു അനാട്ടമി മ്യൂസിയം കേട്ടോ യൂണിവേഴ്സിറ്റി ഉള്ളിൽ തന്നെയുള്ള. ഇതാണ് നമ്മുടെ ക്ലിനിക്കൽ അനാട്ടമി ബ്ലോക്കാണ്. ഇതെല്ലാം വരുന്നത്. എല്ലായിടത്തും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൊറിഡോറൊക്കെ കണ്ടാൽ മതി, ഭയങ്കര നീറ്റാണ്. പഴയ കാലം മുതലുള്ള ഫോട്ടോസും കാര്യങ്ങളും അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൊറിഡോറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ് റൂംസ്, ക്ലാസ്സൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് വരിക. ഏകദേശം 8 മുതൽ 12 സ്റ്റുഡൻസ് വരെയുള്ള ഗ്രൂപ്പാണ് വരിക. അപ്പോൾ ആ ഗ്രൂപ്പ് വൈസ് ആയിരിക്കും ക്ലാസ് റൂംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കുറേ സ്റ്റുഡൻസ് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ വരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ക്ലിനിക്കലിൻ്റെ കേസ് പല സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ട്. കടാവർ കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ട്. പാർട്സ് ആയിട്ടാണ് കിട്ടുക. കടാവർ പ്രോപ്പറായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കസാഖ് നാഷണലിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇവർക്ക് ഹോസ്പിറ്റൽ, ഇപ്പം നമുക്ക് അക്കാഡമിക്സിന് ശേഷം ക്ലിനിക്കൽ വരുന്നത് ഫുൾ ഹോസ്പിറ്റലായിരിക്കും. ഇപ്പോൾ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഏകദേശം 100ന്റെ അടുത്ത്, അതായത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയ കാരണം തന്നെ അൽമാട്ടിയിലുള്ള ഏകദേശം 100ഓളം ഹോസ്പിറ്റൽസ് പല ഡിപ്പാർട്ട്മെന്റ് വൈസും ആയിട്ട് വരുന്നുണ്ട്. അവിടെയൊക്കെ ആയിരിക്കും നിങ്ങളെ ഹോസ്പിറ്റൽ വിസിറ്റ് കാര്യങ്ങൾ ക്ലിനിക്കിലൊക്കെ വരിക. അപ്പം അത് ഒന്നും കൂടെ നിങ്ങൾക്ക് പേഷ്യൻസിനെ കിട്ടാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരും.
കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ട്സ് ഉള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസാക്കിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ UK-ലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യത്ത് ഏത് കൺട്രി ആണെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഏത് രാജ്യം പറയുന്ന ആ എക്സാമിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓൾറെഡി NMC, WHO, USMLE, PLAB എല്ലാത്തിൻ്റെയും അക്രഡിഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു 1 ലക്ഷത്തിനടുത്ത് ഡോക്ടേഴ്സ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് പല രാജ്യത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് നമ്മൾക്ക് തന്നെ അറിയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിനായിട്ടൊക്കെ സംസാരിക്കാം. അതുപോലെ തന്നെ കസാക്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷേ ഫീസ് കുറച്ച് കൂടുതലാണ്, മറ്റുള്ള യൂണിവേഴ്സിറ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറച്ച് കൂടുതലാണ്. അപ്പം അഫോർഡബിൾ ഫീസ് എന്നാൽ പോലും നമ്മൾ ഇന്ത്യയിലുള്ള ആ രീതിയിലൊന്നും വരുന്നില്ല. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഫീസ് കൊടുക്കാൻ പറ്റും എന്നുള്ള വിദ്യാർത്ഥികൾക്ക് കസാക്കിസ്ഥാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള ഒരുപാട് സ്റ്റുഡൻസിനായിട്ട് സംസാരിച്ചു. അപ്പോൾ പലരും പല ഏജൻസി ത്രൂ എന്താ പറയുക മറിഞ്ഞിട്ടൊക്കെ വന്ന സ്റ്റുഡൻസുകളുണ്ട്. പക്ഷെ നമ്മളിവിടെ ഡയറക്റ്റ് കോൺട്രാക്റ്റ് ആണ്, നമ്മൾ ഡീനായിട്ടും അതുപോലെ തന്നെ റെക്ടറായിട്ടൊക്കെ നമ്മൾ ഡയറക്റ്റ് കോൺട്രാക്റ്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്കിവിടെ കസാക്കിസ്ഥാനിൽ തന്നെ അൽമാട്ടിയിൽ നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്തത് മുതലുള്ള വിസ മുതൽ അവരുടെ ഇവിടെ വന്നിട്ടുള്ള സർവീസുകളാണെങ്കിലും പഠിച്ചിറങ്ങുന്നത് വരെയുള്ള എല്ലാ സർവീസും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻസ് പഠിക്കാൻ തയ്യാറായാൽ മതി. ബാക്കി ഫീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കുക. ബാക്കി നമ്മുടെ സർവീസ് ചാർജ് കാര്യങ്ങൾ മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. വിസയുടെ എമൗണ്ടുകൾ കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് 5 വർഷം 6 വർഷം പഠിച്ചിറങ്ങുന്നത് വരെയുള്ള എല്ലാ സർവീസും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫീൽഡിൽ പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. കാരണം ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നു റഷ്യ അല്ലെങ്കിൽ ജോർജിയ മറ്റുള്ള ഒരുപാട് കൺട്രീസിൽ ഉള്ള പല യൂണിവേഴ്സിറ്റി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു സ്പെഷ്യൽ യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത്രയും വർഷം എക്സ്പീരിയൻസ് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. ഒരുപാട് ഡോക്ടേഴ്സ് പഠിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതും. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ സ്റ്റഡി ലിങ്ക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത യൂണിവേഴ്സിറ്റിയും അടുത്ത കോഴ്സുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, മുഹമ്മദ് റാഫി. ബൈ.